നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. ഒരുപക്ഷേ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ പലപ്പോഴും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് കണ്ണടച്ച് പിടിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് ഹരിയാനയിൽ സംഭവിച്ച ഒരു സീറ്റിന് വേണ്ടി കോഴ എന്ന് പറയുന്ന ഒരു ആരോപണം. അവിടുത്തെ സുചിത്ര ദേവി എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ്, മഹിളാ കോൺഗ്രസിൻ്റെ നേതാവ്, തനിക്കൊരു സീറ്റ് ബവാൽ എന്ന് പറയുന്ന മണ്ഡലത്തിൽ തനിക്കൊരു സീറ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഭർത്താവായ ഗൗരവ് കുമാറിനെ 50ഓളം തവണയാണ് ഹരിയാനയിൽ നിന്നും ഡൽഹിയിലേക്ക് പറഞ്ഞു വിട്ടത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകലമാന രേഖകളും ഈ പറയുന്ന ഗൗരവ് കുമാർ ഹാജരാക്കി മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് സവിസ്തരം പ്രസ്താവിച്ചിട്ട് പോലും ആർക്കും ഇതൊരു വാർത്തയേ അല്ല. കാരണം ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് അങ്ങ് പ്രിയങ്ക ഗാന്ധിയും ഈ രാഹുൽ ഗാന്ധിയും തുടങ്ങി ഇങ്ങേ അറ്റത്തെത്തി നിൽക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് വരെ അതിൻ്റെ കണ്ണികൾ നീളുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മാധ്യമങ്ങൾക്കിതൊരു വലിയ ചർച്ച ചെയ്യപ്പെടുന്ന വാർത്തയായി മാറ്റാഞ്ഞതും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു നേതാവ് അലങ്കരിക്കുന്ന ഒരു പദവിയുണ്ട്. കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പൻ എന്നുള്ള നിലയിൽ കരുണാകരനേക്കാൾ അപ്പുറമാണ് താൻ എന്നുള്ള ഒരു ധാരണയിലാണ് KC വേണുഗോപാൽ ഇന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിലും കേരളത്തിലും കോൺഗ്രസിനെ ഇട്ട് അമ്മാനമാടിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിൽ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ച ഒരു മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്യാൻ വിട്ടുകൊടുക്കുന്ന തരത്തിൽ വരെ KCക്ക് ആ വാർത്തയോടുള്ള അസഹിഷ്ണുത നീണ്ടുപോയി. അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഒരു മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്യുകയാണ്. ചോദ്യം ഹരിയാനയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് മാത്രം. മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? മാധ്യമങ്ങൾക്ക് അതേസമയം മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ചോദിക്കാൻ ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ഈ SDPAയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ്. SDPAയെക്കുറിച്ച് നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കാനാണ് പലപ്പോഴും മാധ്യമങ്ങൾ താല്പര്യപ്പെടുന്നത്. മുഖ്യമന്ത്രി അതിൽ നിന്നും പല ഘട്ടത്തിലും പല രീതിയിൽ ഒഴിഞ്ഞു മാറുമ്പോഴും വീണ്ടും അതേ ചോദ്യമിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. SDPAയുടെ പിന്തുണ ആവശ്യമുണ്ടോ? SDPAയുടെ വോട്ട് വേണ്ട എന്ന് നിങ്ങൾ പരസ്യമായി പ്രസ്താവിക്കുമോ? അല്ലയോ? ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു വോട്ടെങ്കിൽ ഒരു വോട്ട് പോലും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഓരോ മുന്നണിയും കാണുന്നത്. അത് UDF ആണെങ്കിലും ശരി, LDF ആണെങ്കിലും ശരി, ഇനി അഥവാ NDA ആണെങ്കിൽ പോലും. NDAയിലെ രാജീവ് ചന്ദ്രശേഖറിനോട് പോയിട്ട് SDPAയുടെ വോട്ട് വേണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ വേണമെന്ന് തന്നെ ആയിരിക്കും രാജീവ് ചന്ദ്രശേഖറിൻ്റെ മറുപടി. അല്ല, ഞങ്ങൾക്ക് മറ്റു വോട്ടുകൾ വേണ്ട എന്നായിരിക്കില്ല എന്നുള്ള കാര്യവും എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കാതെ പോകുന്നത്? മുഖ്യമന്ത്രിയോട് കഴിഞ്ഞ 5 വർഷത്തെയെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയാമായിരുന്നു. അതിന് നിൽക്കാതെ പകരം SDPAയെക്കുറിച്ച് മാത്രം ചോദിച്ചൊടുവിൽ അദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിച്ച് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് പറയേണ്ടി വന്നു, മുഖ്യമന്ത്രിക്ക് നിങ്ങൾക്ക് മറ്റെന്തിൻ്റെയോ സൂക്കേടാണ്, ഇത് അലങ്കോലപ്പെടുത്താനായി വാർത്താ സമ്മേളനം അലങ്കോലപ്പെടുത്താനായി വന്നിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രിക്ക് പരസ്യമായി പറയേണ്ടി വന്നു. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തോട് കാണിക്കുന്ന ഒരു അരാജകത്വം കലർന്ന ഒരു ഭാവം. അതേസമയം 7 കോടി രൂപയോളം കൊടുത്ത ഗൗരവ് കുമാർ തൻ്റെ കയ്യിൽ നീട്ടിപ്പിടിച്ച നിരവധി കടലാസുകളുമായി മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇപ്പോൾ അത് കേസിലേക്കും എത്തി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തിരിക്കുന്ന തെളിവുകൾ അടക്കമുള്ളവ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോറൻസിക്കിനെ നിയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതായത് എന്തൊക്കെയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് ഈ ഗൗരവ് കുമാർ തന്നെ പറഞ്ഞു, 50ഓളം തവണ ഞാൻ ഹരിയാനയിൽ നിന്നും ഡൽഹിയിലേക്ക് KC വേണുഗോപാലിനെ കാണാനായി വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ അനസ് അലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ PAയുടെ കൈവശം ഏകദേശം 75 ലക്ഷം രൂപ നൽകിയിരുന്നു. അദ്ദേഹത്തെ നേരിൽ കണ്ടപ്പോൾ 22 ലക്ഷം രൂപ അല്ലാതെയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു എന്ന് വളരെ വ്യക്തമായി പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന ഒരു നേതാവിന് അയച്ച വാട്സപ്പ് സന്ദേശങ്ങൾ പോലും പൈസ ക്രെഡിറ്റ് ആയില്ല, മറ്റേ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയില്ല തുടങ്ങി പരസ്പരം ഈ പണമിടപാടിനെ കുറിച്ച് സംസാരിക്കുന്ന വാട്സാപ്പിൻ്റെ സ്ക്രീൻഷോട്ടുകൾ അടക്കം പ്രചരിച്ചിട്ടും ഇവരോട് ആരോടും ഒരു വാക്ക് പോലും ചോദിക്കാൻ ഇവിടുത്തെ ഒരാൾക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒന്നും രണ്ടുമല്ല, 7 കോടി രൂപയുടെ ബിസിനസ്സാണ് നടന്നത്. എന്ന് വെച്ചാൽ ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും ബിസിനസ്സായി തന്നെ അവർ കാണുന്നു എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഈ പ്രിയങ്ക വാദ്ര എന്ന് പറയുന്ന ഒരു നേതാവ് വയനാട്ടിൽ നിന്നും കോൺഗ്രസിൻ്റെ MP ആയിരിക്കുന്ന അതേ സാഹചര്യത്തിൽ ഈ പ്രിയങ്ക വാദ്രയുടെ ഭർത്താവായ റോബർട്ട് വാദ്ര 70 കോടി രൂപയാണ് അവിടെ 170 കോടി രൂപയാണ് അവിടെ നമുക്കറിയാവുന്ന പോലെ BJPക്ക് ഇലക്ടറൽ ബോണ്ടായി നൽകിയിരിക്കുന്നത്. എവിടെയാണ് അപ്പോൾ ഡീല് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുന്നത്?
രാഹുൽ ഗാന്ധിയും വന്ന് പ്രസ്താവിച്ചിട്ട് പോയല്ലോ ഇവിടെ ബി ജെ പിയും CPM തമ്മിൽ ഡീല് നടക്കുന്നുണ്ടെന്ന്. അക്ഷരാർത്ഥത്തിൽ ദേശീയ തലത്തിൽ പോലും ഈ രീതിയിൽ പോലും ഡീലുകൾ നടക്കുന്നത് കോൺഗ്രസും BJPയും തമ്മിൽ അല്ലേ എന്നല്ലേ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ഇല്ലേ? തീർച്ചയായും ആ ചോദ്യമുണ്ട്. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ അവർ പ്രധാനമായും ഹാജരാക്കിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഹാജരാക്കിയിട്ടുണ്ട്. ഈ സീറ്റുമായി ബന്ധപ്പെട്ട് സീറ്റ് വാഗ്ദാനം ചെയ്യുകയും അതിന് എത്ര രൂപ വേണം എന്നതടക്കമുള്ള പണമിടപാടുകളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്ത വാട്സപ്പ് ചാറ്റുകൾ അവർ ഹാജരാക്കുന്നുണ്ട്. അതോടൊപ്പം ഓഡിയോ ക്ലിപ്പുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകൾ, ഇതെല്ലാം ഈ സുചിത്രാ ദേവി എന്ന് പറയുന്ന മഹിളാ കോൺഗ്രസിൻ്റെ നേതാവ് ഹാജരാക്കിയിട്ടുണ്ട്. എന്നിട്ട് പോലും AICC എന്തുകൊണ്ട് ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നു? AICC അങ്ങനെ കണ്ടില്ല എന്ന് നടിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇതിനകത്ത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെയൊരു കോഴ അവിടെ നടന്നിട്ടുണ്ട്. ഇനി അഥവാ അങ്ങനെയല്ല, ഇതൊരു കെട്ടിച്ചമച്ച കേസാണ് എന്ന് കരുതുക. ഈ കെട്ടിച്ചമച്ച കേസിൽ എങ്ങനെയാണ് BJPയും CPMഉം പങ്കാളികളാവുന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് CPM ആയിട്ട് കെട്ടിച്ചമയ്ക്കുന്നൊരു കേസല്ല. കാരണം എന്താണ്, അവിടെ ഭൂപേന്ദ്ര ഹൂഡയും അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന പോലെ ഈ പറയുന്ന ഒരുപാട് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അവിടെ വലിയ ഗ്രൂപ്പ് പോര് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുമാരി സെൽജിയുടെയും രൺദീപ് സിംഗ് സുർജേവാലയുടെയും എല്ലാം നേതൃത്വത്തിൽ ഇവരെല്ലാം കൂടെ ചേർന്ന് അവിടെ വലിയ വമ്പം ഗ്രൂപ്പുകളെയാണ് ഹരിയാനയിൽ നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഒരുപക്ഷെ ഹരിയാന കയ്യിൽ കിട്ടുമായിരുന്നിട്ട് കൂടിയും നഷ്ടപ്പെട്ടു പോയത് കോൺഗ്രസ്സിന്. അപ്പോൾ ഇത്രയും ഗ്രൂപ്പുകളെ അവിടെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വലിയ വിവാദമായും ആയിരിക്കാം KC വേണുഗോപാലിനെതിരായി അല്ലെങ്കിൽ കൊടിക്കുന്നിലിനെതിരായിട്ടും രാഹുൽ ഗാന്ധിക്കെതിരായിട്ടും പ്രിയങ്ക ഗാന്ധിക്കെതിരായും ഉയർന്നു വന്ന ഈ കോഴ ആരോപണം. ഇനിയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരുപക്ഷെ നാളെ കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതിനകത്ത് പരാജയപ്പെട്ട പല സ്ഥാനാർത്ഥികളും ഇനി അഥവാ സീറ്റ് കിട്ടാതെ പോയ പല കോൺഗ്രസ്സുകാരും നാളെ പറഞ്ഞു വരുത്തും ഇവിടെ സീറ്റിന് വേണ്ടി കോഴ കൊടുക്കുന്നവരാണെന്ന്. നമുക്കറിയാം സിമി റോസ് ബെൽ എന്ന് പറയുന്ന ഒരു കോൺഗ്രസിൻ്റെ നേതാവ്, വനിതാ കോൺഗ്രസിൻ്റെ നേതാവ് ഇവിടെ വന്നിരുന്നുകൊണ്ട് പറഞ്ഞു, ഇവിടെ പലർക്കും പല സാഹചര്യങ്ങളിലും സീറ്റുകൾ അനുവദിക്കുന്നത് ചില പവർ ഗ്രൂപ്പുകളാണ് എന്ന് വളരെ വ്യക്തമായി സിമി റോസ് ബെൽ എന്ന് പറയുന്ന നേതാവ് പറഞ്ഞതല്ലേ? അത് നമ്മുടെ മുന്നിലില്ലേ? അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പവർ ഗ്രൂപ്പുകളുണ്ട്. ഈ രീതിയിൽ പണം വാങ്ങാൻ വേണ്ടിയിട്ട് പണം വാങ്ങി സീറ്റ് കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പലയിടത്തും എത്തിപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇതാണ് നമ്മളുടെ മുന്നിലിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. നമുക്കറിയാം 2020 പോലെ ഒരു പാർട്ടി കേരളത്തിൽ ഈ പറയുന്ന നമ്മുടെ ചലച്ചിത്ര താരങ്ങളെയും സീരിയൽ താരങ്ങളെയും ഒക്കെ പിടിച്ചെടുത്തുകൊണ്ട് പണം നൽകി അവരെ ഓരോ സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട്. ഇപ്പോൾ മുൻപൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യം എന്താ ഇപ്പോൾ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. രാഷ്ട്രീയമായി യാതൊരു ബോധമോ പൊക്കണോ ഇല്ലാത്ത ആൾക്കാരെന്ന് പറയും. അത്തരം ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്ന് പണം കൊടുത്തവരെ നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ നാളെ ഒരുപക്ഷേ ഇവിടുത്തെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF പരാജയപ്പെട്ട് നാളെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് UDF കൂപ്പുകുത്തിക്കഴിയുന്ന സാഹചര്യത്തിലായിരിക്കും പല ആൾക്കാരും ഈ രീതിയിൽ പുതിയ ആരോപണങ്ങളുമായി മുന്നോട്ട് വരിക. രാഹുൽ ഗാന്ധി പണം വാങ്ങിയെന്നോ അതല്ല ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷോ KC വേണുഗോപാലോ ഒക്കെ സീറ്റ് നൽകാൻ വേണ്ടി പണം വാങ്ങി എന്ന തരത്തിലുള്ള ആരോപണം നാളെ വന്നാൽ ഇത് എങ്ങനെയാണ് പ്രതിരോധിക്കാൻ കഴിയുക? ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നമ്മൾ വലിയ ഭീകരമായൊരവസ്ഥയാണ്. ഒരു കോൺഗ്രസ് നേതാവിന് സീറ്റ് കൊടുക്കാമെന്ന വാഗ്ദാനം നൽകി കോടികൾ പിരിക്കുക, 7 കോടി രൂപയുടെ അഴിമതി നടത്തിയ, ദേശീയ തലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അഴിമതി നടത്തുന്ന ഒരു പാർട്ടിയാണ് ഇവിടെ വന്ന് അഴിമതി രാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, അഴിമതി ഇല്ലായ്മയെക്കുറിച്ച് സംസാരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞുപോയ UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എത്ര അഴിമതിക്കാർ മന്ത്രിമാരുണ്ടെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതേസമയം കഴിഞ്ഞ 10 വർഷക്കാലം LDF ഭരിച്ചിട്ടും ഈ കൂട്ടത്തിൽ അഴിമതിക്കാരായ മന്ത്രിമാരെ ആരെയും കണ്ടുകിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ചിലർക്ക് ടങ് സ്ലിപ്പ് കൊണ്ട് അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മുടെ ശശീന്ദ്രനെ പോലെയുള്ള അല്ലെങ്കിൽ സജി ചെറിയാനെ പോലെയുള്ള മന്ത്രിമാർക്കൊക്കെ പലപ്പോഴും ഈ ടങ് സ്ലിപ്പും കാരണം എന്തെങ്കിലുമൊക്കെ അബദ്ധം വായിൽ നിന്ന് വീണിട്ടുണ്ട് എന്നുള്ളതാണ്. പക്വതയില്ലായ്മയോട് കൂടിയുള്ള പെരുമാറ്റം പല ശശീന്ദ്രനിൽ നിന്ന് കിട്ടിയതല്ലേ, പക്വതയില്ലാതെയുള്ള പെരുമാറ്റം. അങ്ങനെയാണല്ലോ അദ്ദേഹത്തെ ഒരു ചാനലിൻ്റെ ഹണി ട്രാപ്പ് ചെയ്തത്, ചാനലിൻ്റെ ഒരു റിപ്പോർട്ടർ. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കുറ്റകരമായ അല്ലെങ്കിൽ ഇത് ഒരുപക്ഷെ ഗൗരവതരമായി തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ ഗൗരവ് കുമാർ ഉയർത്തിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സുചിത്രാ ദേവി ഉയർത്തിക്കൊണ്ടുവരുന്ന
സീറ്റിന് കോഴ വാങ്ങി എന്ന് പറയുന്ന ആരോപണം. ഇത് സത്യസന്ധമായി ഇതിൻ്റെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണത്തിൽ ഇവർ സമർപ്പിച്ചിട്ടുള്ള തെളിവുകൾ കോടതിയിൽ നിൽക്കുന്ന തരത്തിൽ വസ്തുതകളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫോറൻസിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോറൻസിക് ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നിന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം വസ്തുതാപരമായ കാര്യങ്ങളാണെങ്കിൽ എന്തു വലിയ ചതിയാണ് ജനാധിപത്യ ക്രമത്തിൽ രാജ്യത്ത് കോൺഗ്രസ് പാർട്ടിയുടെ തലതൊട്ടപ്പന്മാരെന്ന് വിളിക്കപ്പെടുന്ന KC വേണുഗോപാൽ, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷും അടക്കമുള്ളവർ നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ തന്നെ ആയിരിക്കില്ലേ ഹരിയാനയിലെ കോൺഗ്രസ് പാർട്ടി പരാജയത്തിലേക്ക് കൂപ്പുകുത്താനുള്ള കാരണക്കാരായി മാറുന്നത്? തദ്വാര അവിടെ ഉണ്ടായത് എന്താണ്? BJP വീണ്ടും ഒരു സംസ്ഥാനം കൂടി ഭരിക്കാൻ ഇടയാക്കിയതാരാണ്? ഒരു വലിയ ഭരണവിരുദ്ധ വികാരം BJPക്കെതിരായി ഉണ്ടായിരുന്നിട്ട് കൂടി അതിനെ മുതലാക്കാൻ കഴിയാതെ വീണ്ടും BJPക്ക് അധികാരം നൽകുന്നതിന് വേണ്ടി പരിശ്രമിച്ചവർ KC വേണുഗോപാലും ഇതേ രാഹുൽ ഗാന്ധിയും ഒക്കെ തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ കോഴ വാങ്ങിക്കൊണ്ട് സീറ്റ് നൽകി കോൺഗ്രസ് പാർട്ടിയെ ഇല്ലാതെയാക്കി എന്നുള്ളതാണ് വസ്തുത. ഇനി നാളെ കേരളത്തിലും ഇതേ അടവ് പയറ്റിക്കൊണ്ടിരിക്കും. ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ, വലിയ നേതാക്കന്മാരെ, ദേശീയ നേതാക്കന്മാരെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നവർ അധപ്പതിച്ച് പോകുന്നത് നമ്മൾ കൺമുൻപിൽ നിന്ന് കാണുകയാണ്. പക്ഷേ മാധ്യമങ്ങളെ, മുഖ്യധാരാ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്ക് വാർത്തയേ അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി SDPയെ തള്ളിപ്പറയുന്നതാണ് ഇന്ന് മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. SDPയെ തള്ളിപ്പറഞ്ഞാൽ മാത്രമേ അവർക്ക് അടുത്ത ഒരു ടാഗ് കൊടുക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഒരു ഹെഡ് കൊടുക്കാൻ കഴിയുള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ ഇടതുപക്ഷത്തിന് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് വെറുപ്പാണ്, അറപ്പാണ് എന്നൊരു വലിയ വാർത്ത കൊടുക്കുന്നു. LDF സഞ്ചരിക്കുന്നത് സംഘപരിവാറിൻ്റെ ലൈനിൽ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ VD സതീശൻ മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്ന ആ ബൈറ്റായിരിക്കും ഒരുപക്ഷെ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് കൊടുക്കാനുണ്ടാവുക. അതുകൊണ്ട് ഇത്തരം വാർത്തകളൊന്നും മുഖ്യധാരാ മാധ്യമങ്ങളുടെ കണ്ണിൽ പെടുകയില്ല എന്നാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.